നിങ്ങൾക്ക് ആരെയെങ്കിലും അപമാനിക്കണമെന്നുണ്ടോ? അല്ലെങ്കിൽ അയാളെ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാളുടെ കുടുംബത്തെ പുറം ലോകം കാണിക്കാണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കണമെങ്കിൽ നമ്മൾ ചുമ്മാ അങ്ങ് ഇറങ്ങിയാൽ മതി. ഒരു പെണ്ണ് കേസായിട്ടോ അല്ലെങ്കിൽ ഒരു അവിഹിതമായിട്ടോ അങ്ങ് തുടങ്ങി വെച്ചാൽ മതി. പിന്നെ അവരുടെ ജീവിതം കട്ടപ്പോയാക്കി തരാൻ സാധിക്കും. ഇപ്പം നമ്മൾ സമൂഹത്തിൽ കാണുന്നത് ഒരാളെ നമുക്ക് നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തുനിഞ്ഞിറങ്ങിയാൽ മതി. അത് സ്ത്രീയാണേലും പുരുഷനാണേലും അവരുടെ ജീവിതം ഒന്നുമല്ലാതാക്കി കളയാൻ കഴിയും. കാരണം അപമാനം അല്ലെങ്കിൽ മാനഹാനി എന്ന് പറയുന്ന സാധനമില്ലേ, അത് തെളിയിക്കാൻ കുറേ നാളുകൾ എടുക്കും. അല്ലെങ്കിൽ അതുപോലെ കട്ട്സ് ഉള്ളവന് മാത്രമേ പറ്റുള്ളൂ. സാധാരണക്കാരനായ പാവങ്ങളായ മനുഷ്യരാണെങ്കിൽ ഉണ്ടല്ലോ, അവരതിനകത്ത് പെട്ടുപോവുകയും ചെയ്യും. അവർക്ക് വാക്ക് തർക്കത്തിലൂടെയോ അല്ലെങ്കിൽ അതിനെ എതിരിടാനോ അവർക്ക് സാധിച്ചു എന്ന് വരില്ല. അവർ ആ കയത്തിൽപ്പെട്ട് മുങ്ങിത്താന്ന് മരിക്കുകയേ ഉള്ളൂ. കാരണം ഇപ്പോൾ സമൂഹം അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ, ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ, പ്രശസ്തി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുക, പ്രചരിപ്പിക്കുക, അതിനെ സോഷ്യൽ മീഡിയ ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഉപയോഗിക്കുക. അതാണ് ഇപ്പോൾ നമ്മൾ സമൂഹത്തിൽ കാണുന്നത്. അത് എത്ര വലിയ വ്യക്തികളാണെങ്കിലും, എത്ര താഴേക്കിടയിൽ ഉള്ളവനാണെങ്കിലും, ഇടത്തരക്കാരാണെങ്കിലും അവനതിൽ പെട്ടുപോകും. അവൻ അപമാനഭാരത്താൽ ഒന്നുമല്ലാതായി തീരുകയും ചെയ്യും. ശരിയാണോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി.